ഹലോ കൂട്ടുകാരെ, കടലാസിനേക്കാൾ വളരെ കൂടുതൽ വില കടലാസിൽ അച്ചടിച്ച പണത്തിനുള്ളത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അതിനു മുമ്പായി ഇതുപോലുള്ള കൗതുകകരമായ കാര്യങ്ങളും രസകരമായ കാര്യങ്ങളും കൂടുതൽ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നമ്മൾ പലപ്പോഴായി ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ ഉത്തരത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ ആഴത്തിൽ കടന്നു ചെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. വിഷയത്തിലേക്ക് കടക്കട്ടെ. സാധനങ്ങളും മറ്റും കൈമാറുന്നതിനുള്ള ഒരു വിനിമയ മാധ്യമം മാത്രമാണല്ലോ പണം. ഇതിനായി പല കാലഘട്ടങ്ങളിലായി പലതും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും വിലമതിക്കപ്പെട്ടത് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. മുതലാളിത്ത വളർച്ചയുടെ ആദ്യ ദശയിൽ യൂറോപ്യൻ കച്ചവട രംഗത്ത് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടാക്കി. അതിനായി കൂടുതൽ സ്വർണം ഉപയോഗിക്കേണ്ടതായി വന്നു. മാത്രമല്ല, ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് സ്വർണം കൊണ്ടുപോവുക എന്നുള്ളത് ശ്രമകരവും അപകടകരവുമാണ്. കൂടാതെ കച്ചവടക്കാർക്ക് സ്വർണം വീട്ടിൽ സൂക്ഷിക്കുവാനും ബുദ്ധിമുട്ടായി. ഇതിനൊരു പോംവഴി എന്ന നിലയിൽ പണമിടപാടുകാർ സ്വർണം സൂക്ഷിച്ചു വയ്ക്കുകയും പകരം വാഗ്ദാന നോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാട് നിലവിൽ വന്നു. പൂർണ്ണമായും സ്വർണത്തിൻ്റെ പിൻബലമുള്ള ഈ നോട്ടുകൾ പിൻകാലത്ത് പണമായി തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ചരിത്രം. ഇപ്പോഴത്തെ സ്ഥിതി അല്പം വിഭിന്നമാണ്. പക്ഷേ തത്വം പണ്ടത്തേതു തന്നെയാണ്. പണം അച്ചടിച്ചിറക്കുവാനുള്ള അധികാരം ഗവൺമെൻറ്റുകൾ ഏറ്റെടുത്തതോടെയാണ് ഇന്നത്തെ രീതിയിലുള്ള നോട്ടുകൾ പ്രചാരത്തിലായത്. ഈ നോട്ടുകളുടെ കടലാസിനല്ല വില, അതിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനത്തിനാണ്. നമ്മുടെ നോട്ടുകളിൽ ഞാൻ ഇതിൻ്റെ കൈവശക്കാരന് ഇത്ര രൂപയുടെ തുക നൽകുന്നതിന് ഇതിനാൽ വാഗ്ദാനം ചെയ്യുന്നു എന്ന് എഴുതി ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത് കാണാം. ഇതിൻ്റെ അർത്ഥം ആ നോട്ടിൽ കാണിച്ചിരിക്കുന്ന സംഖ്യയുടെ മൂല്യം കൈവശക്കാരന് ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ അത് മുഴുവൻ സ്വർണമായി തിരിച്ചു കിട്ടുകയോ പിൻബലപ്പെടുത്തിയിരിക്കുകയോ ഇല്ല. കാരണം സ്വർണത്തിൻ്റെ ക്ഷാമം തന്നെ. പക്ഷേ ആ സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം സ്വർണമായും ബാക്കിയുള്ളത് ഗവൺമെൻറ് സെക്യൂരിറ്റികളായും, അതായത് ബോണ്ട് മുതലായവ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയയിലൂടെ രാജ്യത്തെ മൊത്തം പണത്തിൻ്റെ അളവ് ഗവൺമെൻറ്റിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ്റിനു വേണ്ടി പണം അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കാണ്. പക്ഷേ 1 രൂപ നോട്ടും നാണയവും മറ്റു ചെറിയ നാണയങ്ങളും ഗവൺമെൻറ് നേരിട്ട് അച്ചടിച്ചിറക്കുന്നു. ഈ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ നിങ്ങൾക്കൊരു അവസരമൊരുക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ രസകരമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്.